Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് നമ്മുടെ സ്റ്റോക്ക് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ പെർഫോമൻസ് കാണുകയും ചെയ്യാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൊറൻറ്റ് ഫോമയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് ഇൻട്രാഡേ ചാർട്ടാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 3182. ഈ ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കുന്നില്ല. അത് ഡേ സെപ്പറേഷൻ ആണ്. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അറിയിക്കുന്നതാണ്. ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യാനുള്ളതും റെഡ് ഡൗൺ ആയി വരുന്ന സെൽ സിഗ്നലാണ്. സോഫ്റ്റ് സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് ഇതുപോലെ അലേർട്ട് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ഇപ്പോൾ ടൊറൻറ്റ് ഫാർമയിൽ 3135 നമുക്ക് രാവിലെ 9:18 ഡേറ്റും എല്ലാം ഉണ്ട്. സിഗ്നൽ വന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ കയറി. ഇപ്പോൾ ആക്ച്വലി ഹൈ വന്നിരിക്കുന്നത് 3210 ആണ്. ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ട് എല്ലാം ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത ശേഷം ഇറങ്ങുവാണ്. ഇപ്പം മാർക്കറ്റ് 3181 നിൽക്കുവാണ്. അപ്പോൾ ഈ സിഗ്നൽസ് വരുമ്പോൾ ഉടനെ കയറി നമ്മൾ എൻട്രി എടുക്കല്ലേ. നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം ലോസ് ഉണ്ടാകത്തില്ലെന്നല്ല കേട്ടോ. നമ്മൾ ഒരിക്കലും 100% പറയുന്നത് 80-90% കൺഫേം നമുക്ക് ആക്രോസ് ചെയ്യണം. കാരണം നമ്മൾ 15 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ബൈ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്ന് നോക്കുക. ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിലും സെൽ ആണെങ്കിലും കൺഫേം ആയ ശേഷം എൻട്രി എടുത്താൽ വെച്ചാൽ മതി. ഇപ്പം നമുക്ക് സെൽ സിഗ്നൽ വന്നിട്ടുണ്ട് കേട്ടോ. സെൽ വരുമ്പോൾ ഇത് കണ്ടോ, അലേർട്ട് മെസ്സേജ് എഴുതി കാണിച്ചിട്ടുണ്ട്. സെല്ലിട്ട് 3182.30. അപ്പോൾ ഇത് കൺഫേം ഇപ്പം നമുക്ക് ഇപ്പോൾ വന്ന ലൈവിൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ നോക്കാം. ഇപ്പോൾ സെല്ല് വന്ന് ഇപ്പോൾ സെൽ സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ആരോ വന്നില്ലേ, അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ. ആ ബാർ എന്തായിരിക്കണം? റെഡ് ആയെന്ന് നോക്കുക. ഫിലാൽ അവിടെ റെഡ് അല്ല. പ്രൈസ് ഇവിടെ സെൽസോൺ ആണെന്ന് നോക്കുക. സെല്ലിൻ്റെ കൺഫർമേഷൻ അതാണ്. അതായത് ആരോ വന്നതിന് ശേഷം താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽസോൺ ആണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുത്തേച്ചാൽ മതി. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വന്ന സെല്ല് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. അതുപോലെ ബൈ ആണെങ്കിൽ ആരോ വന്നതിന് ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. ഈ വന്ന ബൈ രാവിലെ കൺഫേം അല്ലായിരുന്നു. നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ക്യാൻഡിലാണ്. ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഈ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് എടുക്കാം. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ആ സമയത്ത് പ്രൈസ് ബൈസോൺ ആണെങ്കിൽ എടുക്കാം. നമുക്ക് ആ കൺഫർമേഷൻ രാവിലെ കിട്ടാൻ എന്തെന്നറിയോ? ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സൈഡ് വേ ആയിരുന്നു. നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡ് ഗ്രീനും ആണ്. അതല്ലാതെ വരുന്ന എല്ലാം സൈഡ് വേ. അതുകൊണ്ടാണ് കൺഫർമേഷൻ തരാഞ്ഞത്. അവിടുന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ കയറിപ്പോയി. മനസ്സിലായോ? ഇവിടെ സെല്ല് വന്നത് കൺഫേം ആകാതെ നടക്കുക. അപ്പോൾ നമുക്ക് ഈ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എനിക്കൊരു 10 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ 15-20 സ്റ്റോക്കുകൾ വേണമെങ്കിൽ ആ സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്തേച്ചാൽ മാത്രം മതി. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. ആ ഏതാണ് സ്റ്റോക്കാണ് ആ സ്റ്റോക്കിൻ്റെ പേര് ഉൾപ്പെടെ നമുക്ക് എഴുതി കാണിച്ചു തരാം. WT8 എന്ന് വെച്ചാൽ വിൻ ട്രേഡറിൻ്റെ 8 പോർഷനാണ്. സെൽ സിഗ്നൽ ട്രിഗർഡിങ് ടൊറൻറ്റ് ഫോമ. നമുക്ക് അതിൻ്റെ റേറ്റ് എല്ലാം ടൈം ഉൾപ്പെടെ എല്ലാം ചെയ്ത് വരും. നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ആണെന്ന് നോക്കും, ട്രേഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.